ജനകീയനായ കമ്മ്യൂണിസ്റ്റ് എന്ന് AKജിയെയും VS അച്യുതാനന്ദനെയും വിശേഷിപ്പിക്കുമ്പോൾ ഏറ്റവും സഹൃദനായ കമ്മ്യൂണിസ്റ്റ് എന്ന വിശേഷണത്തിന് അർഹനായ ഒരു നേതാവാണ്, ഏക നേതാവാണ് എന്ന് വേണമെങ്കിൽ പറയാം, EK നയനാര്. രാഷ്ട്രീയത്തിന് ഉപരിയായ സ്നേഹത്തോടെയായിരുന്നു EK നയനാരുടെ ആ ചിരി കേരളം ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നത്. രാഷ്ട്രീയ വിമർശനങ്ങളുടെ കാർട്ടൂണുകളിൽ പോലും നയനാരുടെ ട്രേഡ് മാർക്ക് ആ ചിരി തന്നെയാണ്. ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളോട് ഏത് കടലാസ, എവിടത്തെ പത്രക്കാരനാ എന്ന നയനാരുടെ വാർത്താ സമ്മേളനങ്ങളിലെ പതിവ് ചോദ്യം കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത മാധ്യമ പ്രവർത്തകർ ഒരുപക്ഷെ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നീട് പല നേതാക്കളും മാധ്യമ പ്രവർത്തകരോട് ആ നിലയിൽ ഏത് കടലാസാണ് എന്ന് ചോദിക്കുന്ന ശൈലി അനുകരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് നയനാരോളം ഹൃദ്യമായും സൗഹാർദ്ദപരമായും ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർക്കോ കാഴ്ചക്കാർക്കോ തോന്നിയിട്ടുണ്ടാകില്ല എന്നുള്ളത് തീർച്ചയാണ്. മാധ്യമ പ്രവർത്തകനായിരുന്നു എന്ന് പറയുന്നതിൽ അഭിമാനിച്ചിരുന്ന നേതാവ് കൂടിയായിരുന്നു നയനാർ. CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന നയനാർ സൈദ്ധാന്തിക ശേഷിയുടെയോ സൈദ്ധാന്തിക പിടിവാശികളിലൂടെയോ പേരിലായിരുന്നില്ല, മറിച്ച് സമവായത്തിന്റെ പേരിലായിരുന്നു പാർട്ടിക്കുള്ളിലും സ്വീകാര്യനായിട്ടുണ്ടായിരുന്നത്. MV രാഘവന് CPIMൽ നിന്നും പുറത്തേക്കുള്ള വഴി തെളിച്ച ബദൽ രേഖയെ പിന്തുണച്ച നയനാർ പക്ഷെ പാർട്ടിയെ തള്ളിയപ്പോൾ പാർട്ടിക്കൊപ്പം നിന്നത് ചരിത്രമാണ്. 1986 ബദൽ രേഖയുടെ പേരിൽ MV രാഘവൻ പാർട്ടിക്ക് പുറത്തേക്ക് പോയപ്പോൾ 87 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി നയനാരെ പാർട്ടി നിയോഗിച്ചു. പാർട്ടിയുടെ ശരിതെറ്റുകൾ തന്നെയാണ് സ്വന്തം ശരിതെറ്റുകൾ എന്ന് അംഗീകരിച്ച നയനാരുടെ ഈ നിലപാട് തന്നെയാണ് കാർക്കശ്യ ബുദ്ധി ഇല്ലാത്ത നേതാവ് എന്ന നിലയിൽ നയനാരെ പാർട്ടിക്കുള്ളിലും പുറത്തും ഏവർക്കും പ്രിയങ്കരനാക്കിയിട്ടുണ്ടായിരുന്നത്. കേരളം കണ്ട ഏറ്റവും മികച്ച ഇടതു സ്വഭാവം ഉയർത്തിപ്പിടിച്ച മന്ത്രിസഭയ്ക്ക് 87 നേതൃത്വം നൽകിയ നയനാർ 3 തവണയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നയനാർ വഹിച്ച നേതൃപരമായ മികവ് ഏറെ ശ്രദ്ധേയം തന്നെയായിരുന്നു. ബാലസംഘത്തിലൂടെയായിരുന്നു നയനാർ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ സ്വാതന്ത്ര്യ സമര കാലയളവിൽ കോൺഗ്രസുകാരനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച നയനാർ കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് ചേരിയുടെ ഭാഗമായിരുന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം പ്രവർത്തനം ആരംഭിച്ച നയനാരെ കയ്യൂർ മൊറാഴ സമരങ്ങളിലെ പങ്കാളിത്തം ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി എന്നുള്ള നിലയിലേക്ക് മാറ്റുകയായിരുന്നു. കയ്യൂർ സമരത്തിലെ 3ാം പ്രതിയായിരുന്ന നയനാർ ഒളിവിലായിരുന്നതിനാൽ തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. മറ്റു പ്രതികളെ എല്ലാം പിന്നീട് തൂക്കിക്കൊന്നിട്ടുണ്ടായിരുന്നു. മലബാറിലെ കർഷകരെയും മിൽ തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലും നയനാർ നേതൃപരമായി ഇടപെട്ടിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഒളിവ് ജീവിതം നയിക്കുമ്പോൾ കേരള കൗമുദിയിൽ പത്രപ്രവർത്തകനായിരുന്ന കഥ പലപ്പോഴും നയനാർ ആവേശത്തോടെ പലവട്ടം പറഞ്ഞ കാര്യമാണ്. സരസവും ബലിതപ്രധാനവുമായ നയനാരുടെ പ്രസംഗ ശൈലി ഏറെ ശ്രദ്ധേയമായിരുന്നു. കുറുക്കിക്കൊള്ളുന്ന പരിഹാസവും ആക്ഷേപഹാസ്യത്തിന്റെ കൂരമ്പുകൾ ബലിതത്തിൽ മേമ്പൊടി എല്ലാം ഇടകലർത്തി നയനാർ പ്രസംഗിക്കുമ്പോൾ എത്ര രൂക്ഷമായ വിമർശനവും രാഷ്ട്രീയ എതിരാളികളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. BJP കേരള മിഷൻ എന്ന സ്വപ്നം കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് നയനാർ നടത്തിയ ഒരു വിമർശനം പലരും പലപ്പോഴായി സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. താമര വിടരും വൈകിട്ട് വാടും പിന്നെ അത് അഴുകി വീടും എന്ന നയനാരുടെ ആക്ഷേപഹാസ്യത്തിന് കേരളത്തിൽ ഇന്നും നല്ല മൂർച്ചയാണുള്ളത്. പലപ്പോഴും നിഷ്കളങ്കമായ നയനാരുടെ ചില രീതികൾ വലിയ വിവാദവും വരുത്തി വെച്ചിട്ടുണ്ട്. കല്യാശ്ശേരിയിലെ സ്വന്തം ബൂത്തിൽ വോട്ട് ചെയ്തതിനു ശേഷം ബാലറ്റ് പേപ്പർ ഉയർത്തി കാണിച്ചതിന്റെ പേരിൽ നയനാർ പുലിവാല് പിടിച്ചിട്ടുണ്ടായിരുന്നു. ബലിത സ്വഭാവത്തോടെ നയനാർ അന്ന് പറഞ്ഞിരുന്ന പലതും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യത്തിൽ ഇന്നത്തെ ജനത ജാഗ്രത കാണിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അന്നത് ആളിക്കത്തുന്ന രാഷ്ട്രീയ വിവാദങ്ങളായി മാറാതിരുന്നത് പറഞ്ഞത് നയനാരാണ് എന്നത് കൊണ്ട് മാത്രമായിരുന്നു. സൂര്യനെല്ലി കൂട്ടാ ബലാത്സംഗ കേസിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ ചായ കുടിക്കുന്നത് പോലെയാണ് ബലാത്സംഗങ്ങൾ എന്ന നയനാരുടെ പരാമർശം ഏറെ വിവാദമായിരുന്നു. ഒരുപക്ഷെ നയനാർ ആയിരുന്നതിനാൽ മാത്രമാണ് ആ പ്രസ്താവന ആ നിലയിൽ ആളിക്കത്തി കാട്ടുതീയാകാതിരുന്നത്. എന്ത് തന്നെയാണെങ്കിലും ജനങ്ങളെ കയ്യിലെടുക്കുന്ന ലളിതമായ പ്രസംഗ ശൈലി നയനാരെ ക്രൗഡ് പുള്ളറുടെ പ്രധാന മൂലധനമായിരുന്നു. മലയാളി മറക്കാത്തത് നിരവധി ചിത്രങ്ങളുടെ ഒളിമങ്ങാത്ത ഓർമ്മ കൂടിയായിരുന്ന EK നയനാരാണ്. രാഷ്ട്രീയ എതിരാളിയായിരുന്ന കരുണാകരനോടൊപ്പവും പോപ്പ് ജോൺ പോൾ രണ്ടാമനോടൊപ്പമുള്ള നയനാരുടെ ചിത്രങ്ങൾക്ക് ഇപ്പോഴും സമകാലിക രാഷ്ട്രീയ കേരളത്തിൽ കേവലം ചരിത്രപരമായ മൂല്യം മാത്രമല്ല ഉള്ളത്. 97 മുഖ്യമന്ത്രിയായിരിക്കെയായിരുന്നു നയനാർ പോപ്പ് ജോൺ പോൾ രണ്ടാമനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. ഭഗവത്ഗീതയായിരുന്നു മാർപ്പാപ്പയ്ക്ക് നയനാർ സമ്മാനിച്ചത്. മാർപ്പാപ്പ സമ്മാനിച്ച ജപമാല നയനാരെ സംബന്ധിച്ച് മരിക്കുന്നത് വരെ തന്റെ സ്വകാര്യ ശേഖരത്തിലെ അപൂർവ നിധി തന്നെയായിരുന്നു. CPIM രൂപീകരിക്കുന്നതിന് മുന്നോടിയായി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോന്ന നേതാവായിരുന്നു നയനാർ. പിന്നീട് VS അച്യുതാനന്ദൻ സെക്രട്ടറി ആയിരിക്കെ ബദൽ രേഖ കാലത്ത് VS വിരുദ്ധ പക്ഷത്തായിരുന്നു നയനാർ ഉണ്ടായിരുന്നത്. EMSന്റെ പിന്തുണയോടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന VS അച്യുതാനന്ദനെ പരാജയപ്പെടുത്തി 91 നയനാർ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത് CPIMലെ വിഭാഗീയതയിൽ നിർണായക പങ്കുള്ള സംഭവമായി ചരിത്രം അടയാളപ്പെടുത്തുന്നുണ്ട്.
80-ലും 87-ലും പിന്നീട് 96-ലും പാർട്ടിയിലെ ഉരുതിരിഞ്ഞ സവിശേഷമായ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നയനാർ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ നയനാരുടെ ജനകീയത പിന്നീട് ഈ സംഭവങ്ങളെല്ലാം പാർട്ടിക്കുള്ളിൽ ഉൾപാർട്ടി ചർച്ചകളിൽ മാത്രം ഒതുക്കി നിർത്തുകയായിരുന്നു. അത്രയേറെ ജനകീയനായ മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രിയങ്കരനായി നിറഞ്ഞു നിൽക്കാൻ നയനാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 7ാം പാർട്ടി കോൺഗ്രസിലാണ് നയനാർ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാകുന്നത്. പിന്നീട് 72-ൽ CPIM സംസ്ഥാന സെക്രട്ടറിയായി, 91-ൽ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. CPIM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ 92-ലാണ് നയനാർ പാർട്ടിയുടെ പരമോന്നത സമിതിയായ PB എത്തുന്നത്. 1967-ൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടെയാണ് നയനാരുടെ പാർലമെന്ററി രംഗത്തേക്കുള്ള കടന്നുവരവ് തന്നെ. 74-ലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. 80-ൽ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയായിരുന്നു. പിന്നീട് 82-ൽ മലമ്പുഴയിൽ വിജയം ആവർത്തിച്ചു. ഇതേ വർഷം പ്രതിപക്ഷ നേതാവുമായി. 87-ലും 91-ലും തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നായിരുന്നു നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. 96-ൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന VS അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് പരാജയപ്പെട്ടതിനെ തുടർന്ന് മത്സര രംഗത്തില്ലാതിരുന്ന നയനാരെ CPIM മുഖ്യമന്ത്രിയായി നിയോഗിച്ചു. തലശ്ശേരിയിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പ് നേരിട്ടായിരുന്നു നയനാർ പിന്നീട് മുഖ്യമന്ത്രിയായത്. 1919 ഡിസംബർ 9-ന് കണ്ണൂർ കല്യാശ്ശേരി മൊറാഴയിൽ ഗോവിന്ദൻ നമ്പ്യാരുടെയും ഏറമ്പാല നാരായണിയമ്മയുടെയും 3 മക്കളിൽ രണ്ടാമനാണ് ഏറമ്പാല കൃഷ്ണൻ നായർ എന്ന EK നയനാരുടെ ജനനം. രാഷ്ട്രീയ ഗുരുവെന്ന് നയനാർ തന്നെ വിശേഷിപ്പിച്ച KPR ഗോപാലന്റെ അനന്തരവൻ ശാരദ ടീച്ചറെ 58 സെപ്റ്റംബറിൽ വിവാഹം കഴിക്കുകയായിരുന്നു. 2004 മെയ് 19-ന് നയനാർ അന്തരിക്കുകയായിരുന്നു.